താനയിൽ അരങ്ങേറിയ നീന മോഹനം മോഹിനിയാട്ട സന്ധ്യ നൃത്താസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. പ്രമുഖ മോഹിനിയാട്ട നർത്തകിയും ഗുരുവുമായ ഡോക്ടർ നീന പ്രസാദ് പുരാണ കഥയെ സമകാലിക വായനയോട് ചേർത്ത് ദേവയാനി എന്ന പുതിയ സൃഷ്ടിയിലൂടെ പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിച്ചു. മോഹിനിയാട്ടത്തിന്റെ ലാസ്യഭാവങ്ങൾ നിറഞ്ഞ ഒരു അപൂർവ നൃത്യസന്ധ്യയ്ക്ക് മുംബൈ വേദിയായി. മുംബൈ മഹാനഗരം സാധാരണഗതിയിൽ ഒരു ബോളിവുഡ് സിനിമയുടെ ഒക്കെ എല്ലാ ഹബ്ബാണെങ്കിൽ പോലും കൾച്ചറലി വളരെ അവെയർ ആയിട്ടുള്ള ഒരു ഗാലക്സി ഓഫ് രസികാസ് ഉള്ള ഒരു ഇടമായിട്ടാണ് എൻ്റെ എപ്പോഴത്തെയും അനുഭവം. ധ്വനി സ്പേസ് ഓഫ് ഡാൻസും ഇപ്ര കേരള മുംബൈ ചാപ്റ്ററും ചേർന്നൊരുക്കിയ വേദിയിൽ ഡോക്ടർ നീന പ്രസാദും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരം വേറിട്ട അനുഭവമായി. പരിചിതമായ പുരാണകഥയായ ദേവയാനിയെ സമത്വത്തിന്റെ അഭാവം, അഹംബോധം, കാമമോഹം, പിടിവാശി എന്നിവ ചേർന്ന് ദുരന്തത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യാവസ്ഥയുടെ പഠനമായി പുനർവായന ചെയ്യുകയായിരുന്നു അവതരണത്തിന്റെ സവിശേഷത. ദേവയാനിയുടെ അന്തർസംഘർഷങ്ങളും പ്രണയവും വേദനയും തകർച്ചയും ഭാവസമ്പന്നമായ മോഹിനിയാട്ട ചുവടുകളിലൂടെ ഡോക്ടർ നീന പ്രസാദ് ആഴത്തിൽ സ്പർശിച്ചു. ദേവയാനി ഇവിടെ ചെയ്യണം തോന്നി, കാരണം അത് വളരെ ഒരു ട്രഡീഷണൽ ഒരു സ്റ്റോറിയാണ്. നമ്മൾ കഥകളിയിലൊക്കെ വളരെ പരിചയമുള്ള ഒരു സ്റ്റോറിയുമാണ്. പക്ഷെ അതൊരു ആധുനിക കാലത്ത് അത് പകരുന്ന ഒരു മെസ്സേജ് അതിലുണ്ട്. പ്രണയത്തിലും ബന്ധങ്ങളിലും പക്വതയുടെ ഭാവം സൃഷ്ടിക്കുന്ന മുറിവുകൾക്ക് കാലാത്മകമായ ദർപ്പണമായി മാറുകയായിരുന്നു ദേവയാനി. കർണാടക സംഗീതത്തിൽ ചങ്ങനാശ്ശേരി മാധവ നമ്പൂതിരിയുടെ ആലാപനം, രമേഷ് ബാബുവിന്റെ മൃദംഗം, വിജു എസ് ആനന്ദിന്റെ വയലിൻ, കലാമണ്ഡലം അരുൺദാസിന്റെ ഇടയ്ക്ക, അശ്വതി കൃഷ്ണയുടെ ചൊല്ലുകൾ എല്ലാം ചേർന്ന നൃത്താവിഷ്കാരത്തിന് കൂടുതൽ മിഴിവേകി. അവതരണമേന്മ മാത്രമല്ല, ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ദേവയാനിയിലൂടെ പകർന്നാടിയതെന്ന് നർത്തകിയും സംഘാടകയുമായ ഡിംപിൾ ഗിരീഷ് പറയുന്നു. വളരെ കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നത്തെ ടീച്ചറുടെ ഈ വേദി. മോഹിനിയാട്ടത്തിന്റെ ക്ലാസിക് സൗന്ദര്യം മനോധർമ്മത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങളുമായി ചേരുമ്പോൾ എത്ര ശക്തമായ കലാനുഭവം സൃഷ്ടിക്കാനാകുമെന്ന് നീന മോഹനം തെളിയിച്ചു. എല്ലാ മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു വിചാരം അല്ലെങ്കിൽ ഒന്നാണ് മോഹിനിയാട്ടം. കാരണം മലയാളിയുടെ എല്ലാ ത്വരയും ടേസ്റ്റും എല്ലാം അതിലുണ്ട്. നൃത്തത്തെ വെറും ആസ്വാദനമല്ല, ആത്മപരിശോധനയ്ക്കുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയ അവതരണമായി ഈ സന്ധ്യ മാറി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.